ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാടൻ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാമേ. ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമേ. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ശർക്കരയാണ്, ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലൊന്ന് കുറുക്കി രീതിയിൽ എടുക്കണം കേട്ടോ. അത് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളർ കൂടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫില്ലിങ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കളറായിട്ട് കിട്ടും. മറ്റേത് കുറച്ചുകൂടെ വെളുത്താണ് ഇരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, നമ്മുടെ ഫില്ലിങ് വേണ്ടിയിട്ടുള്ള തേങ്ങ എത്രയാണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇടുക. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം എന്ന് പറയുന്നത് ഒരു 2 കപ്പ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് കൊടുക്കണേ. ഇച്ചിരി വെള്ളം കൂട്ടി വേണം എടുക്കാൻ, എന്നാലേ അതിന് നല്ല മയം വരത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഇതിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നല്ലപോലെ അത് ഉരുട്ടി ഒരു ഇലയിലേക്ക് വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കണേ. കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. കനം കൂടിപ്പോയാൽ ഭയങ്കര കട്ടിയായിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ പരത്തിയെടുക്കണേ. മാവെല്ലാം ഒരേപോലെ എല്ലായിടത്തും ആക്കിയതിന് ശേഷം വേണം നമ്മുടെ ഫില്ലിങ് വെക്കാൻ. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാവേ. ഫില്ലിങ് ഒരു സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് ആ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിന് ഇല മടക്കാവേ. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല മടക്കിയതിന് ശേഷം. എന്നിട്ട് നമ്മുടെ കല്ല് ചൂടാകാൻ വെച്ചേക്കണം. ആ കല്ലിനകത്തോട്ട് ഈ ഇല നമ്മൾ പരത്തി വെച്ചേക്കുന്ന ഓരോ ഇലയും ഇത് കണക്ക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ചുട്ടെടുക്കണേ. ചുട്ട് നല്ലതുപോലെ ആയി വരുമ്പോഴത്തേക്ക് ഈ ഇല ഇതിന്ന് വിട്ട് തന്നെ വരും കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചുട്ടതിന് ശേഷം ഈ ഇല അങ്ങ് മാറ്റി കൊടുക്കണേ. മാറ്റിയതിന് ശേഷം ഇത് കല്ലിയിട്ട് നല്ലതുപോലെ ഒന്ന് ചുട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുമ്പോഴത്തേക്കാണ് ഇത് നല്ല ടേസ്റ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ ഒരു മാവിൻ്റെ ഒരു ചെവ വരുവേ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം അറിയിക്കാൻ വേണം കേട്ടോ. അത് കണക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.